പൊങ്കലാഘോഷത്തിനിടെ തർക്കം. ടെമ്പോ ഡ്രൈവറെ വെട്ടിക്കൊലപ്പെടുത്തി. തിരുവനന്തപുരം നാഗർകോവിൽ സരലൂരിലാണ് പൊങ്കലാഘോഷത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് ടെമ്പോ ഡ്രൈവർ വെട്ടേറ്റ് മരിച്ചത്. സരലൂർ സ്വദേശിയായ രമേശാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ പരിക്കേറ്റ സുഹൃത്ത് മണികണ്ഠനെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് നടന്ന കലാപരിപാടികൾക്കിടെയാണ് തർക്കമുണ്ടായത്. പരിപാടിക്കിടെ രമേശ് സംഘവും ബഹളമുണ്ടാക്കിയതിനെ കോട്ടർ സ്വദേശിയായ മറ്റൊരു ടെമ്പോ ഡ്രൈവർ മുകേഷ് കണ്ണൻ ചോദ്യം ചെയ്തു. ഇത് വാക്കുതർക്കത്തിലും കയ്യേറ്റത്തിലും കലാശിക്കുകയായിരുന്നു. കാപ്പ കേസിലെ പ്രതിയെ ഹാഷിഷ് ഓയിലുമായി പിടികൂടി. പത്തനംതിട്ട അടൂർ ഏനാദിമംഗലം കുഞ്ഞിട ഉഷഭവനിൽ ഉമേഷ് കൃഷ്ണയാണ് 208 ഗ്രാം ഹാഷിഷ് ഓയിലുമായി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. രണ്ടാം പ്രതി ഏഴംകുളം നെടുമൻ പാറവിള വീട്ടിൽ വിനീത് ഓടി രക്ഷപ്പെട്ടു. പത്തനാപുരം എക്സൈസ് ഇൻസ്പെക്ടർ ഷിജിന എസിന്റെ നേതൃത്വത്തിൽ പത്തനാപുരം തേവലക്കര ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത്. മുമ്പും കഞ്ചാവ് കേസുകളിൽ പ്രതിയായ ഉമേഷ് കൃഷ്ണ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. രാസലഹരി കേസിൽ കുറ്റം തെളിഞ്ഞു. കൊല്ലത്ത് 5 യുവാക്കൾക്ക് 20 വർഷം വീതം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കൊല്ലം കുഴിയം സിന്ധു ഭവനിൽ വിഷ്ണു വിജയൻ, പെരുമ്പുഴ കൂരിപ്പള്ളി കടയിൽ വീട്ടിൽ ഷംനാഥ്, ചന്ദനത്തോപ്പ് കുഴിയം സൗത്ത് അഖിൽ ഭവനിൽ പ്രഗിൽ, ചന്ദനത്തോപ്പ് ഫാറൂഖ് മൻസിലിൽ ഉമർ ഫാറൂഖ്, ചാത്തനാംകുളം പള്ളിവടക്കത്തിൽ മുഹമ്മദ് സലാഷ് എന്നിവരെയാണ് ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം കൂടി കഠിന തടവ് അനുഭവിക്കണം. കാറിന്റെ ഡാഷ്ബോർഡിലും കയ്യിലുമായി 85.400 ഗ്രാം മെത്താഫിറ്റമിനുമായി പിടികൂടിയ കേസിലാണ് 5 പേരെയും ശിക്ഷിച്ചത്. മയക്കുമരുന്നുമായി കാറിലെത്തിയ സംഘം ആവശ്യക്കാരെ കാത്തു നിൽക്കുകയായിരുന്നു. രാസലഹരി കൈവശം വെച്ച കേസിൽ 10 വർഷവും മയക്കുമരുന്ന് കച്ചവടത്തിന് ഗൂഢാലോചന നടത്തിയ കേസിൽ 10 വർഷവുമാണ് ശിക്ഷ. ഭാര്യയുടെ മൊബൈൽ നമ്പർ ബന്ധുവിന്റെ ഫോണിൽ കണ്ടു. ഭർത്താവ് ബന്ധുവിനെയും ബന്ധുവിന്റെ ഭാര്യയെയും വീട്ടിൽ കയറി ആക്രമിച്ചു. കൊല്ലം ആയൂരിലാണ് സംഭവം. സംഭവത്തിൽ ആയൂർ സ്വദേശി സ്റ്റെഫിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. വഞ്ചിപ്പട്ടി സ്വദേശി ബിനുരാജനും ഭാര്യയ്ക്കുമാണ് അതിക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇവർ ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വർഷങ്ങളായി 2 കുടുംബവും ശത്രുതയിലാണ് കഴിഞ്ഞിരുന്നത്. സംഭവത്തിൽ വധശ്രമത്തിലാണ് യുവാവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. മാവേലിക്കരയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതികൾക്ക് 75 വർഷ തടവും 4,75,000 രൂപ പിഴയും. പാലമേൽ ഉളവക്കാട് മുറിയിൽ വാലിന്മേൽ വീട്ടിൽ അനന്തു, നൂറിനാട് പുലിമേൽ കമ്പിളിവിളയിൽ വീട്ടിൽ അമൽകുമാർ എന്നിവരെയാണ് ചെങ്ങന്നൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ ജഡ്ജി ആർ സുരേഷ് കുമാർ ശിക്ഷിച്ചുകൊണ്ട് വിധി പ്രസ്താവിച്ചത്. പ്രതികൾ ചേർന്ന് പ്രായപൂർത്തിയാകാത്ത അതിജീവതയെ കൂട്ടബലാത്സംഗം ചെയ്തെന്ന പോക്സോ കേസിലാണ് ശിക്ഷ. മാവേലിക്കരയിൽ വയോധികയുടെ മാലകവർദ്ധ കേസിലെ പ്രതി 6 മാസങ്ങൾക്ക് ശേഷം പിടിയിൽ. ചുനക്കര സ്വദേശിയായ വയോധികയുടെ വീട്ടിലെത്തി മാല പൊട്ടിച്ച് കടന്നുകളഞ്ഞ വള്ളികുന്നം താളിരാടി സ്വദേശിയായ ഷാജഹാനാണ് അറസ്റ്റിലായത്. 2025 ഓഗസ്റ്റ് മാസമാണ് കേസിനാസ്പദമായ സംഭവം. സംഭവത്തിന് ശേഷം പ്രതി പല സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു.